മഹാത്മാഗാന്ധി കൊച്ചി സന്ദർശിച്ചതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗാന്ധി വിചാരവേദിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ കൊച്ചി സന്ദർശനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഗാന്ധി വിചാരവേദിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗാന്ധി സഞ്ചരിച്ച വഴിയിലൂടെ എന്ന ശീർഷകത്തിൽ പദയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിൽ അദ്ദേഹം രാത്രി വിശ്രമിച്ച മട്ടാഞ്ചേരി ഗുജറാത്ത് റോഡിലെ മധുർദാസ് ആശ്രമിന്റെ വസതിയിൽ നിന്നും ഗാന്ധിജി ജനങ്ങളെ അഭിസംബോധന ചെയ്ത മട്ടാഞ്ചേരി TD ഹൈസ്കൂൾ മൈതാനത്തേക്കായിരുന്നു പദയാത്ര സംഘടിപ്പിച്ചത്. വീട്ടുടമ മധുർദാസിന്റെ പേരമകൻ രാഹുൽ ആശർ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഇതോടെ ഞാൻ പദയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. ഹാരിസ് അബു അധ്യക്ഷത വഹിച്ചു. ഗുജറാത്തി മഹാജൻ സെക്രട്ടറി ചേതൻ ഡി ഷാ, ഗുജറാത്തി സാഹിത്യകാരി പ്രതിമ ആശർ, TD ഹൈസ്കൂൾ അധ്യാപകൻ സുധീഷ് ഷെണായി, മുൻ കൗൺസിലർമാരായ KK കുഞ്ഞച്ചൻ, KJ ആന്റണി, ജെയിൻ ഫൗണ്ടേഷൻ ഡയറക്ടർ മുകേഷ് ജെയിൻ, KM ഹസൻ, MM സലീം, KB സലാം തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ പോലും ഇപ്പോഴാണ് അറിയുന്നത് എന്ന് പറയുന്നുണ്ട്. സത്യസന്ധമായി തന്നെ പറഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പോൾ ചരിത്രം ചെറുനേരെ പഠിക്കാനോ പഠിപ്പിക്കാനോ ഇന്ന് സമ്മതിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ആ സാഹചര്യത്തിലാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. എങ്കിലും ഇന്ന് ആരോഗ്യത്തോടെ ഇവിടെ നടത്താൻ കഴിയുന്നതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗാന്ധിജി പഠിപ്പിച്ച പാഠങ്ങളിൽ സ്വതന്ത്ര ഇന്ത്യ എന്തായിരിക്കണമെന്ന് ഗാന്ധിജി പഠിപ്പിച്ച പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവമതസ്ഥരും തുല്യ നിലയിൽ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.